വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് കിച്ചൻ വ്ലോഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു മുളക് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് മന്തിയുടെ കൂടെ മജ്ബൂസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുളക് ഉണക്കമുളക് ഇതുപോലെ എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കൂറ്റിയതിന് ശേഷമാണ് ചൂടാക്കി എടുക്കുന്നത്. കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, ഒരുപാട് കളറ് മാറി മുരിഞ്ഞു പോവേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ലൈറ്റായിട്ട് മതി, ഒരുപാടൊന്നും വേണ്ട. ചെറുള്ളിയാണ് ഇതിലേക്ക് അധികം വേണ്ടത്. ഇത് എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുളക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം, ഇത്രയും മതി. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരച്ച ശർക്കര എടുത്തിട്ടുണ്ട്, കുറച്ച് വാളംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മുളക് ഇനിയും അരയാനുണ്ട്, ഒന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയുടെ കുരുവൊക്കെ കളഞ്ഞ് അത് നന്നായിട്ടൊന്ന് ഒരു തുള്ളി വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് ആ ചാറും പുളിയും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശർക്കര ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടായിരുന്ന ആ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ ചെറിയ പീസായിട്ട് ശർക്കരയുടെ ആ ഒരു പീസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാനും ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ഫ്ലേവർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നൊട്ട് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ഫ്ലേവറും ഒക്കെ ഒന്ന് മാറി കിട്ടും. ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് അതിലൊരുകി പാകത്തിനായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ചൂടായിട്ട് എണ്ണയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. ഇത്രയും മതിയാവും. ഒരുപാടങ്ങ് ഓവറാക്കി മുരിഞ്ഞങ്ങ് ഡ്രൈ ആയിട്ട് പോവണ്ട. ഇത്രയും മതി. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ലൊരു അടപ്പുള്ള ഉറപ്പുള്ള പാത്രത്തിലോ ബോട്ടിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മന്തിയുടെ കൂടെ മജ്ബൂസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് അടിപൊളി ടേസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടൊരു മുളക് ചമ്മന്തിയാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.